ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യം എന്നത് ഈശോയുടെ നിതാന്തമായ, മനുഷ്യനെ വേർപിരിഞ്ഞു പോകാൻ കഴിയാത്ത ഒരു ദൈവത്തിൻ്റെ ആർദ്രതയുള്ള മുഖമാണ് ഈശോയുടെ ദിവ്യകാരുണ്യം. ഞാൻ സണ്ണി പുന്നേലിപ്പറമ്പിലച്ചൻ, CMI സഭയിലെ ദേവമാത പ്രവിശ്യയിലെ അംഗമാണ്. ഇരിഞ്ഞാലക്കുട രൂപതയിൽ കുഴിക്കാട്ടുശ്ശേരി എന്ന് പറയുന്ന മറിയം ത്രേസ്യായുടെ ഇടമായിട്ടുള്ള ഇടവകയിലാണ് ഞാൻ പൂജാതനായത്. 1970 ജനുവരി 24 ഞാൻ ജനിക്കുന്നത്. പിന്നീട് CMI സഭയിൽ ചേരുകയും 25 വർഷം ഞാൻ പൗരോഹിത്യ ജീവിതം പൂർണ്ണമാവുകയാണ്. ഇതെൻ്റെ ജൂബിലി വർഷമാണ്, പൗരോഹിത്യത്തിൻ്റെ ജൂബിലി വർഷം. ദിവ്യകാരുണ്യത്തോട് ഏറ്റവും അടുത്തു നിന്ന 25 വർഷങ്ങൾ. ഈ 25 വർഷം ഞാൻ അനുഭവിച്ച ദിവ്യകാരുണ്യം എന്ന ദൈവത്തിൻ്റെ അതിനൂതനവും എന്നും പുതുമയുള്ളതുമായ ദിവ്യകാരുണ്യം എന്ന സ്നേഹത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ ഓർക്കുന്നത് 1985 ജൂൺ മാസത്തിലാണ് ഞാൻ സെമിനാരിയിൽ ചേരുന്നത്. ഞങ്ങൾ വീട്ടിൽ 3 മക്കളാണ്. എനിക്ക് 2 പെങ്ങന്മാരാണ്. അതിൽ മൂത്ത സഹോദരി CMC കോൺഗ്രിഗേഷനിലെ പാലക്കാട് പ്രവിശ്യയിലെ ഇപ്പോഴത്തെ പ്രൊവിൻഷ്യലായിട്ട് ജോലി ചെയ്യാണ്. ഞാനും എൻ്റെ പെങ്ങളും ഒരേ വർഷമാണ് സന്യാസ സഭയിൽ ചേരുന്നത്. ചേച്ചി ഡിഗ്രി കഴിഞ്ഞു, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് സഭയിൽ ചേരുന്നത്. സഭയിൽ ചേരുമ്പോൾ അന്നത്തെ ആ കാലഘട്ടം പരിഗണിക്കുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളാണ്. അമ്മയ്ക്ക് ദേവാലയ കാര്യങ്ങളായിട്ടും വിശുദ്ധ കുർബാനയുമായിട്ടൊക്കെ അഭേദ്യമായ അല്ലെങ്കിൽ അഗാധമായ സ്നേഹവും സന്തോഷവും ഒക്കെ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ മകൻ സെമിനാരിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതൊരമ്മയെ പോലെ എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. പക്ഷേ ഞാൻ ഏക മകനായതുകൊണ്ട് അങ്ങനെ ഒരാളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയും. അതിനേക്കാൾ ഉപരി എൻ്റെ അപ്പൻ പറഞ്ഞത് എൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അവനത് ചെയ്യട്ടെ എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ഞാൻ സെമിനാരിയിൽ ചേരാൻ ഇടവരുന്നത്. ഞാൻ സെമിനാരിയിൽ ചേർന്ന് 1 വർഷം വളരെ സന്തോഷകരമായത് എനിക്ക്. ഞങ്ങളുടെ കൂടെ 21ഓളം മറ്റ് ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഗുരുവച്ചനായിട്ടുള്ള ആൻ്റണി സ്പിരിഡിയോൻസൻ ഒരു അമ്മ സ്നേഹവുമായിട്ട് എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ 1 വർഷം എങ്ങനെ കടന്നുപോയെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ സന്തോഷകരമായിരുന്നു, വളരെ തൃപ്തിയായിരുന്നു. പക്ഷെ 2ാമത്തെ വർഷം 1986 ഞങ്ങൾ എൽത്തുരുത്ത് പ്രീ ഡിഗ്രി പഠിക്കാനായിട്ട് ചെല്ലുന്ന സമയം. അപ്പോൾ 2 ബാച്ച് വരുന്നു, കൂടുതൽ ആളുകൾ വരുന്നു. അവിടെ എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിപ്പോയ ആ സ്നേഹവും പരിഗണനയൊക്കെ കുറഞ്ഞു പോയോ എന്നെനിക്കൊരു ഉള്ളിലൊരു ഫീലിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ എങ്ങനെയാവും എന്നൊരു സംശയവും എൻ്റെ ജീവിതത്തിൽ ഉടലെടുക്കാൻ തുടങ്ങി. അപ്പോഴും എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ എന്നോട് എന്നും വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഇടയ്ക്ക് പറയുമായിരുന്നു, എപ്പോഴെങ്കിലും നിനക്ക് ഈ ജീവിതമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല എന്ന് തോന്നിയാൽ ഒരു സംശയവും വേണ്ട, തിരിച്ചു വീട്ടിലേക്ക് വരാം. അപ്പം അങ്ങനെ ഒരു ഉറപ്പ് കെടുക്കുന്നതുകൊണ്ട് ഞാൻ പ്രീ ഡിഗ്രിയുടെ ആദ്യത്തെ സെമസ്റ്ററിൽ ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിച്ചൊരു സമയമുണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിച്ച് പോരുമ്പോൾ എനിക്കൊരു അടയാളം വേണം. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നായിരുന്നു, നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ അതിനൊരു അടയാളം കാണണം. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളാണ്. അപ്പം അന്നും ഇതുപോലെ എനിക്കൊരു അടയാളം, ഇത് പൗരോഹിത്യ സന്യാസ ജീവിതം എനിക്ക് പറ്റിയതല്ല, അത് തുടരണ്ട എന്ന് എനിക്ക് ഉറപ്പ് തരുന്ന ഒരു സമയം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു സൈൻ എനിക്ക് വേണം. അങ്ങനെ ഞാൻ നിൽക്കുന്ന സമയം 1986 നവംബർ മാസം 1-ാം തീയതി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അടയാളം പൗരോഹിത്യ ജീവിതത്തോട് എനിക്ക് ചേർത്ത് വെച്ച് തന്ന ഒരു ദിവസം അതാണ്. ഞാൻ ആ ദിവസത്തെ എപ്പോഴും ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ 40 വർഷം കഴിയുകയാണ്. ഞങ്ങളന്ന്
36-37ഓളം ബ്രദേഴ്സ് ഉണ്ട്. നവംബർ 1 സകല വിശുദ്ധരുടെ തിരുനാൾ ദിവസമാണ്. അന്ന് ഉച്ചയ്ക്ക് സെമിനാരിയിൽ നിന്ന് ഒരു ഔട്ടിങ്, ഹാഫ് ഡേ ഔട്ടിങ് പോകാൻ തീരുമാനിക്കുന്നു. അധികം അകലത്തേക്കല്ലാതെ അയ്യങ്കുന്ന് എന്ന് പറയും, തൃശ്ശൂർ തന്നെയുള്ള അയ്യങ്കുന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കൊവേന്തയുടെ കോൾപ്പാടത്തുകൂടെ നടന്ന് ഒരു ചെറിയ തോട് കടന്നാൽ അയ്യങ്കുന്നിലേക്ക് പെട്ടെന്ന് എത്താം. അപ്പം ഞങ്ങൾ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ, ചെറിയ മഴയുണ്ട്, എന്നെങ്കിലും ആ കാലത്തൊരു മഴയൊന്നൊരു പ്രശ്നമല്ലല്ലോ, ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി യാത്ര പോവാണ്. അങ്ങനെ ഈ വെള്ളത്തിൻ്റെ ഈ തോട് കടക്കുന്ന സ്ഥലം വരെ എല്ലാവരും എത്തി. അപ്പോൾ പലരും പല രീതിയിൽ, ഒരു കടത്തുവള്ളമുണ്ട്, അതുവഴി കടന്നു. ഞങ്ങൾ കൊവേന്തയുടെ തന്നെ വള്ളത്തിലാണ് അങ്ങോട്ട് കടക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഞങ്ങൾ 2-3 ബാച്ചുകൾ, അങ്ങനെ ചെറിയ ബാച്ചുകൾ അപ്പുറത്തേക്ക് കടന്നു. ഞങ്ങൾ ഏറ്റവും അവസാനത്തെ ബാച്ചാണ്. അതിലുണ്ടായിരുന്നത് 8 പേരാണ്. ഞങ്ങളുടെ പ്രിയോർച്ചനും പിന്നെ 7 ബ്രദേഴ്സും. ശരിക്കും പറഞ്ഞാൽ നോക്കി കാണുന്ന ഒരു ചെറിയ ദൂരം അത്രയേ ഉള്ളൂ ആ തോട്. പക്ഷെ ആഴം ഉണ്ടായിരുന്നു, 4 ആൾക്കോളം വെള്ളമുള്ള തോടാണ്. ആ തോട് ഇങ്ങനെ കടക്കാൻ ശ്രമിക്കുന്നു. വഞ്ചിയിൽ കയറി ആദ്യത്തെ വഞ്ചി കുത്തി, ആദ്യത്തെ കുത്തിൽ കഴിഞ്ഞതോടുകൂടി വഞ്ചി പതുക്കെ ആടാൻ തുടങ്ങി. അപ്പോൾ ഒരു സൈഡിലിരുന്ന 4 പേരുടെ വസ്ത്രം നനയാൻ തുടങ്ങി. അപ്പോൾ അവർ ആ സൈഡിൽ നിന്നുള്ളവർ പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ആ സൈഡിലെ ബാലൻസ് മാറി ഇപ്പുറത്തേക്ക് തൂക്കം കൂടുന്നു. ഇവിടുത്തെ ആൾക്കാർക്ക് വസ്ത്രം നനയുന്നു, അവർ എഴുന്നേൽക്കുന്നു. ഒരു 3-4 സെക്കൻഡിനുള്ളിൽ ഈ വഞ്ചി ഓസിലേറ്റ് ചെയ്ത് വഞ്ചി മുങ്ങി. വഞ്ചി മുങ്ങി എന്ന് പറയുമ്പോൾ ആദ്യത്തിലൊന്നും ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 3-4 സെക്കൻഡ് കഴിയുമ്പോൾ കാണുന്നത് എല്ലാവരും വെള്ളത്തിൽ മുങ്ങിപ്പോവാണ്. മുങ്ങിപ്പോയി എല്ലാവരും തിരിച്ചു വന്നു. വഞ്ചിയുടെ ഒരു വശത്ത് തന്നെ എല്ലാവരും പിടിച്ചു. പെട്ടെന്ന് വഞ്ചി വീണ്ടും മറിയാണ്. എല്ലാവരും പിടിവിടുന്നു, താന്നു പോകുന്നു. പിന്നെ ഞാൻ ഓർക്കുന്നത്, വെള്ളത്തിന് മുകളിലേക്ക് പൊന്തി വരുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരും വെള്ളത്തിന് മുകളിലില്ല എന്നുള്ളതാണ്. കുറച്ച് കഴിയുമ്പോൾ ഒരാൾ വെള്ളത്തിന് മുകളിലേക്ക് പൊന്തി വന്നു. അയാൾ, ആ ബ്രദർ, അന്ന് ജോയ്സ് അച്ഛൻ, ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ബാച്ചിൽ തന്നെയുള്ള ജോയ്സ് അച്ഛൻ, അദ്ദേഹം മറഞ്ഞ വഞ്ചിയിൽ അതിൻ്റെ അടുത്ത് പൊന്തിയതുകൊണ്ട് ആ വഞ്ചിയുമ്പോൾ അദ്ദേഹത്തിന് പിടുത്തം കിട്ടി. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഞാൻ മാത്രം വെള്ളത്തിലിങ്ങനെ ഒറ്റയ്ക്ക് പൊന്തി വന്ന് നിൽക്കുകയാണ്. പിടി നിൽക്കാനൊന്നുമില്ല. ഞാനാകെ മനസ്സുകൊണ്ട് വേദനിച്ചു പോയൊരു നിമിഷമാണത്. കാരണം മരണമാണ്. കാരണം ആ അപകടത്തിൽ ഏറ്റവും ആദ്യം മരിക്കേണ്ട ഒരാൾ ഞാൻ തന്നെയായിരുന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം നീന്തലറിയില്ല, വെള്ളവുമായിട്ട് ഒരു പരിചയവും എനിക്കില്ലാത്ത, പുഴയായിട്ടോ കുളങ്ങളായിട്ടോ ഒരു പരിചയമില്ലാത്ത ഞാൻ പൊന്തി വന്നു. ഞാൻ പൊന്തി വന്നിട്ട് എൻ്റെ മനസ്സിൽ ചിന്തയതായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 6 പേര് എവിടെയാണ്? ഒരാൾ മാത്രം ഞാനിങ്ങനെ എൻ്റെ കൺമുമ്പിൽ നിൽക്കണു, ബാക്കി എല്ലാവരും ആരും വെള്ളത്തിന് മുകളിലില്ല. ഞാൻ 2 പ്രാവശ്യം വെള്ളത്തിൽ നിന്ന് പൊന്തി വന്നു, താന്നുപോയി. ഞാൻ ഓർക്കുന്നത് 3-ാം പ്രാവശ്യം ഞാൻ താഴാൻ പോകുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, വെള്ളത്തിൽ മുങ്ങിപ്പോകുമ്പോൾ 2 പ്രാവശ്യം പൊന്തി വന്ന് 3-ാമത്തെ പ്രാവശ്യം പിന്നെ പൊന്തി വന്ന് താന്നാൽ പിന്നെ പൊന്തി വരില്ല എന്ന് പറഞ്ഞാൽ മരിക്കാൻ പോടും. അപ്പം ഞാനും ഈ മൊമെൻറ്റിൽ മരണത്തിലേക്ക് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, മരിക്കാൻ പോവുകയാണ് ഞാൻ 3-ാം പ്രാവശ്യം വെള്ളത്തിലേക്ക് താന്നു പോകുമ്പോൾ വീട്ടിൽ എല്ലാ ദിവസവും കിടക്കാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് വേണം കിടക്കാൻ. അത് ഔസേപ്പ് പിതാവിനോടുള്ള നല്ല മരണത്തിനുള്ള പ്രാർത്ഥനയാണത്. ആ പ്രാർത്ഥന കാണാപ്പാടം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ പ്രാർത്ഥന ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. താഴോട്ട് പോവാണ്, മരണമാണ്. ഞാൻ എൻ്റെ മുട്ട് പോയി താഴെ ചെളിയിൽ കുത്തി നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലി അവസാനിപ്പിച്ചിട്ട് ഞാൻ കുരിശു വരച്ച് അവസാനിപ്പിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഉടനെ പൊന്തി വന്നു, വലിയ ആവേശത്തോടു കൂടെ, എന്ന് പറഞ്ഞാൽ വലിയ ഒരു ധൈര്യത്തോടു കൂടി ഞാൻ മുകളിലോട്ട് പൊന്തി വന്നു. ഞാൻ പൊന്തി വന്നിട്ട് പിന്നെ ഞാൻ താന്നു പോയില്ല എന്നുള്ളതാണ്. ഞാനൊരു 13ഓളം മിനിറ്റ് സമയം ഒരു ചെസ്റ്റിന് മുകളിൽ വെള്ളത്തിൽ ഞാൻ നിന്നു വെറുതെ. അങ്ങനെ ഞാൻ ആ നിന്ന അനുഭവത്തെ ഇപ്പോൾ ഓർക്കുകയാണെങ്കിൽ, നമ്മൾ അമ്മ ഇരിക്കുമ്പോൾ അമ്മയുടെ മടിയിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്, നമ്മൾ ചവിട്ടി നിൽക്കുകയാണ് അമ്മയുടെ മടിയിൽ. അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു എനിക്ക്. ഞാൻ പരിശുദ്ധ അമ്മയുടെ മടിയിലിങ്ങനെ ചവിട്ടി നിൽക്കണു. ഞാൻ പിന്നെ കരയ്ക്കുള്ള ആളുകളെയോ അവിടെ തൊട്ടു മുമ്പിൽ നിൽക്കുന്ന എൻ്റെ ജോയ്സ് അച്ഛനെയോ ഒന്നും ഞാൻ കണ്ടതോർക്കില്ല. എൻ്റെ മുമ്പിലൊരു വെളിച്ചം മാത്രമായിരുന്നു. ഞാൻ ആരെയോ
നോക്കി നിൽക്കുന്ന ഒരു പ്രതീതിയായിരുന്നു എനിക്ക്. പിന്നീട് മീൻ പിടിക്കുന്ന മുക്കുവര് അവിടെ അകലങ്ങളിലുണ്ടായിരുന്നു. അവർ വഞ്ചി തുഴഞ്ഞ് വന്നിട്ടാണ് എന്നെയാണ് ആദ്യം കരയ്ക്ക് കയറ്റിയിരുത്തുന്നത്. അന്നത്തെ അപകടത്തിൽ ഞങ്ങൾ 8 പേരിൽ 6 പേര് മരിച്ചു, 2 പേരാണ് രക്ഷപ്പെട്ടത്. അതിൽ മരണമടഞ്ഞവരിൽ ഞങ്ങളുടെ പ്രിയോർച്ചനുണ്ടായിരുന്നു. അച്ഛൻ്റെ മൃതദേഹം കരയ്ക്ക് എടുക്കുമ്പോൾ അച്ഛൻ്റെ 2 കൈകളിൽ 2 ബ്രദേഴ്സ് ഉണ്ടായിരുന്നവരാണ്. പിന്നെ ഒരു വേറൊരു ബ്രദറായിട്ട് കൂട്ടിപ്പിടിച്ച് കിടക്കായിരുന്നു. ഒരാൾ ഷെയറിൽ താന്നു പോയിരുന്നു. അപ്പോൾ ഈ 6 പേര് മരണപ്പെടുകയും നീന്തലറിയാത്ത ഞങ്ങൾ 2 പേര് രക്ഷപ്പെടുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ എനിക്കതിന് ലോജിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു ലോജിക്കേ ഉള്ളൂ, ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈശോയ്ക്ക് എന്നെ ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ബോധ്യമായത്. അങ്ങനെ ഞാൻ കരയ്ക്ക് വന്നു. ഞാൻ എൻ്റെ ഈ രക്ഷപ്പെടലിനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ തിരിച്ചു പോകുന്ന എൻ്റെ അമ്മയിലേക്കാണ്. ഞാൻ ചെറുപ്പമായിരുന്ന സമയത്ത്, ഓർമ്മ തെളിയുന്ന സമയം അല്ലെങ്കിൽ ബുദ്ധി തെളിയുന്ന സമയം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവുക. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ കുർബാനയ്ക്ക് ചെന്ന് നിൽക്കുന്ന സമയം ഞാൻ ഓർക്കുന്നത്, നമ്മൾ നടന്ന് ക്ഷീണിച്ച് വരുമ്പോൾ അമ്മ മുട്ടുകുത്തി നിൽപ്പുണ്ടാവും. അമ്മയുടെ മുട്ടിനോട് ചേർന്ന് നമ്മൾ കാല് നീട്ടിയിരുന്ന് നമ്മുടെ ശരീരത്തെ അമ്മയുടെ കാലുകളിലേക്ക് ചാരി വെച്ചിങ്ങനെ ഇരിക്കും കുർബാന നടക്കുന്ന സമയത്ത്. കൂദാശവചന സമയം ആവുമ്പോൾ അമ്മ എന്നെ മുട്ടിമേൽ നിർത്തും. അത് കഴിഞ്ഞ് ഇരിക്കാം. കുറച്ച് കഴിയുമ്പോൾ വിശുദ്ധ കുർബാന എടുത്തുയർത്തുന്ന സമയമുണ്ട്. ആ സമയമാകുമ്പോൾ അമ്മ എന്നോളം താന്നു വരും. എന്നിട്ട് എന്നെ പിടിച്ചുയർത്തി അമ്മയുടെ വലിയ കരത്തിനുള്ളിൽ എൻ്റെ കുഞ്ഞിക്കരങ്ങളെ അമ്മ ചേർത്ത് വയ്ക്കും. എന്നിട്ട് അമ്മ എന്നോട് പറയുമായിരുന്നു ഇങ്ങനെയാണ്, അത് ഈശോയാണ്. അത് ഈശോയാണെന്ന് പറയുമ്പോൾ ഞാൻ ആൾത്താരയിലേക്കല്ല നോക്കിയിരുന്നു. ഞാൻ നോക്കിയിരുന്ന എൻ്റെ അമ്മയുടെ കണ്ണുകളിലേക്കാണ്. ഞാൻ ആദ്യമായിട്ട് ദിവ്യകാരുണ്യത്തെ കണ്ടതും ഈശോയെ കണ്ടതും എൻ്റെ അമ്മയുടെ കണ്ണുകളിലാണ്. അപ്പോൾ എക്ലേസിയത യൂക്കരിസ്തിയ എന്ന് പറയുന്ന ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പയുടെ ഒരു ചാക്രി ലേഖനമുണ്ട്. ആ ചാക്രി ലേഖനത്തിൽ അവസാനത്തെ അധ്യായം മാർപ്പാപ്പ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് പരിശുദ്ധ അമ്മയ്ക്കാണ്. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്, പരിശുദ്ധ കന്യകാമറിയം ദിവ്യകാരുണ്യത്തിൻ്റെ ഗുരുനാഥ. എന്നിട്ട് അവിടെ പറയുന്നു, മറിയം ആദ്യത്തെ ചലിക്കുന്ന സക്രാരിയായിരുന്നു. വചനത്തെ ഹൃദയത്തിലും ഉദരത്തിലും ഏറ്റെടുത്ത സമയം ചിറകുകളിൽ ആവേശത്തിൻ്റെ ചിറകുകളും പാദങ്ങളിൽ, അതുപോലെ ഹൃദയത്തിൽ ജ്വലിക്കുന്ന അഗ്നിയും കണ്ണുകളിൽ തീക്ഷ്ണതയുമായിട്ട് തിടുക്കത്തിൽ പോയ ഒരമ്മയുണ്ട്. ദിവ്യകാരുണ്യത്തെ കൊണ്ടുപോയതാണ്. അത് ഈശോയെ കൊടുത്തു വരുന്ന സന്തോഷം എലിസബത്ത് പങ്കുവയ്ക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അമ്മ എൻ്റെ കൂടെ എന്നെ വരുന്നു, ഈശോ എന്നെ കാണാൻ വരുന്നു. ആ ഒരു അനുഭവം എലിസബത്ത് പറയുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഓർക്കുന്നത്, എൻ്റെ അമ്മ ഈശോയെ കാണിച്ചു തന്നിട്ട് പറയുന്നു അത് ഈശോയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈശോയെ കണ്ടത് എൻ്റെ അമ്മയുടെ കണ്ണുകളിലാണ്. അപ്പോൾ മാർപ്പാപ്പ പറയാണ്, നിങ്ങൾക്കെപ്പോഴെങ്കിലും വിശ്വാസത്തിൻ്റെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ദിവ്യകാരുണ്യത്തെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിലൂടെ ദിവ്യകാരുണ്യത്തെ നോക്കിയാൽ നിങ്ങൾക്ക് ഈശോയെ മനസ്സിലാക്കാൻ സാധിക്കും, ഈശോയെ കാണാൻ സാധിക്കും, ഈശോയെ അനുഭവിക്കാൻ സാധിക്കും. നവംബർ മാസം 1-ാം തീയതി എനിക്ക് കിട്ടിയ ദിവ്യകാരുണ്യത്തിൻ്റെ അനുഭവമാണ് എൻ്റെ വൊക്കേഷൻ. ഞാൻ തുടർന്നു പോകാൻ ഒരിക്കലും സംശയമില്ലാതെ ഈശോയുടെ കൂടെ പോകാൻ തീരുമാനിച്ച ആ ദിവസം, എൻ്റെ ഈശോ എന്നെ പെരുവെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത് അവൻ്റെ കൂടെ നടത്തിയ ദിവസത്തിൻ്റെ ഓർമ്മ. ദിവ്യകാരുണ്യം എന്നത് കൂടെ നടക്കുന്ന അനുഭവമാണ്. ഒരിക്കലും വേർപിരിയാൻ ആഗ്രഹിക്കാത്ത വലിയ സ്നേഹമാണ്, ആർദ്രതയാണ്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ. ജോർജ് മാറ്റിസൺ എന്ന ഒരു കവിയുടെ "ഓ ലവ് ദാറ്റ് വിൽ നോട്ട് ലെറ്റ് മീ ഗോ" എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ജീവിതത്തിലെ അസുഖങ്ങളുടെ ഇടയ്ക്ക് ദൈവമായ ദിവ്യകാരുണ്യം
അത് നിതാന്തമായ സ്നേഹമാണെന്നും മനുഷ്യനെ വിട്ടേച്ചു പോകാത്ത, ഇട്ടെറിഞ്ഞു പോകാത്തൊരു സ്നേഹമാണെന്ന് മനസ്സിലാക്കി തന്നൊരു കവിതയാണ് ഈ കവിത. ഈ വരികൾ, "O love that will not let me go", ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു സമയമുണ്ട്. 1990 ഞാൻ ആദ്യമായിട്ട് വ്രതം ചെയ്ത് സന്യാസ സഭയിൽ അംഗമാകുന്നത്. അതിനുശേഷം 2 വർഷത്തെ ഫിലോസഫി പഠനത്തിനായിട്ട് ബാംഗ്ലൂർ ഞങ്ങളുടെ സെമിനാരി ആയിട്ടുള്ള ധർമാരം കോളേജിൽ പഠിക്കാൻ ചെല്ലുകയാണ്. ആദ്യത്തെ വർഷമൊക്കെ വളരെ രസകരമായിട്ടും ഭംഗിയായിട്ടൊക്കെ ജീവിതം മുന്നോട്ട് പോയി. 2ാമത്തെ വർഷം അവസാനമാകുമ്പോൾ എനിക്കൊരു ചെറിയ പനി വരികയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം ആവുമ്പോൾ പനി തുടങ്ങും, പുലർച്ചെ വരെ പനിക്കും, പിറ്റേ ദിവസം രാവിലെ അത് മാറും. ജനുവരി 7-ാം തീയതി ഞാൻ പള്ളിയിൽ തലചുറ്റി വീഴാണ് കുർബാനയ്ക്കിടയ്ക്ക്. എന്നെ അന്ന് ആശുപത്രിയിൽ സെൻറ്റ് ഫിലോമിനസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായി. ഒരു 37 ദിവസം ഞാൻ ആശുപത്രിയിൽ കഴിച്ചു. പക്ഷേ ഈ 37 ദിവസവും വിട്ടുമാറാത്ത പനിയായിട്ടും വൈകുന്നേരങ്ങളിൽ പനി വരും, വെളിച്ചയാവുമ്പോൾ അത് മാറും. പക്ഷേ ഇത് ഇന്ന അസുഖമാണെന്നോ അതിന് കാരണമെന്നും അറിയാതെ മലേറിയ, ടൈഫോയിഡ്, അതിനൊക്കെയുള്ള മരുന്നുകളൊക്കെ എൻ്റെ ശരീരത്തിൽ പരീക്ഷിച്ച് നോക്കിയിരുന്നു. ഒന്നിനൊരു കുറവുണ്ടായിരുന്നില്ല. 37-ാം ദിവസം അവിടുത്തെ അധികാരികളുമായിട്ട് വഴക്കടിച്ച് ഞങ്ങളുടെ റെക്ടറച്ചൻ എന്നെ അവിടെ നിന്ന് സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാണ്. അവിടെ ഞാൻ 23 ദിവസത്തോളം ഞാൻ ആശുപത്രിയിലുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ഈ പനി മീലിയറി ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നൊരു അസുഖമാണെന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 65-67 ദിവസം ഞാൻ ആശുപത്രിയിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു, ഇത്ര ദിവസം പനിയായിട്ടും ഞാനെന്താണ് മരണപ്പെട്ടു പോകാതിരുന്നത്. എന്നെ ആരൊക്കെ കൊണ്ടു നടത്തുന്ന പോലെ കയ്യിൽ എന്നെ കൊണ്ടു നടക്കുന്ന ഒരു അനുഭവം എനിക്കായിരുന്നു. എനിക്കൊന്ന് നിർബന്ധമായിരുന്നു, കുർബാന കാണാൻ എല്ലാ ദിവസവും എനിക്ക് എൻ്റെ മുറിയിൽ നിന്ന് പുറത്ത് കിടക്കാൻ എനിക്ക് അതില്ലായിരുന്നു. പക്ഷേ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയുമായിട്ട് അച്ഛൻ വരുമായിരുന്നു. വിശുദ്ധ കുർബാന സ്വീകാരം കഴിയുമ്പോൾ കരയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഈ അസുഖങ്ങൾ നിൽക്കുമ്പോഴും എനിക്ക് തരുന്നൊരു പ്രതീക്ഷ ഉണ്ട്. ഈ ജീവിതം ദൈവത്തിന് വേണ്ടിയുള്ള ജീവിതമാണെങ്കിൽ എൻ്റെ ജീവിതം നിലനിൽക്കണം, എനിക്ക് ശുശ്രൂഷകൾ ചെയ്യണം, അതിന് ഞാനുണ്ടാവണം. ആ എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹത്തോട് ചേർന്ന് നിന്ന് എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു സ്നേഹം ഉണ്ടായിരുന്നു. "O love that will not let me go", എന്നെ വേർപിരിഞ്ഞു പോകാത്ത ഒരു സ്നേഹം. അത് ദിവ്യകാരുണ്യമാണെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ 67 ദിവസം ഞാൻ ഈ അസുഖത്തിൻ്റെ പുറകെ നടന്ന് 67-ാമത്തെ ദിവസം ഞാൻ ആശുപത്രിയിൽ നിന്ന് സെമിനാരിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമായിരുന്നു ഈ അസുഖം മൂലം? അപ്പോൾ വേദന അനുഭവിക്കുന്നവരുടെ കൂടെ, ഒരു സഹനമുള്ളവൻ്റെ കൂടെ ദൈവം നടക്കേണ്ടതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ദിവ്യകാരുണ്യം തന്നെയാണ്. ഒരു ദൈവത്തിനും കൂടെ നടക്കാൻ പറ്റില്ല വേറെ രൂപത്തിലും. ദിവ്യകാരുണ്യത്തിന് പറ്റും. കൂടെ നടക്കുന്നത് കുർബാനയാണ്, ദിവ്യകാരുണ്യമാണ്. ഈ ദിവ്യകാരുണ്യം കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ തോൽപ്പിക്കാൻ അസുഖങ്ങൾക്കാവില്ല, നമ്മുടെ അസ്വസ്ഥതകൾക്കാവില്ല. അത് ദൈവമുണ്ട് എന്നുള്ള വിശ്വാസമാണ്. എൻ്റെ കൂടെ ദൈവം നടന്ന വലിയ ദിവസങ്ങളാണ്. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഇയർ റിപ്പീറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ വരുമ്പോഴും എൻ്റെ കൂടെ ദൈവം ഇടപെട്ടിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു റിപ്പീറ്റേഷനും ഇല്ലാതെ പിന്നത്തെ ഏപ്രിൽ മെയ് മാസങ്ങൾ 2 മാസം കൊണ്ട് എൻ്റെ പഠനം പൂർത്തിയാക്കി എനിക്ക് സെമിനാരി പഠനം തുടർന്നുകൊണ്ട് പോകാനുള്ള വലിയ അനുഗ്രഹം എനിക്ക് ഈശോ തന്നിട്ടുണ്ട്. ആ വിശ്വാസത്തിൽ ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത് എൻ്റെ രോഗക്കിടക്കയിൽ സഹനങ്ങളുടെ ഇടയ്ക്ക് ദൈവം മനുഷ്യനെ കാണാൻ വരും, ഞാൻ വിശ്വസിക്കുന്നതാണ്. ആ വിശ്വാസം എൻ്റെ വലിയ വിശ്വാസമായിരുന്നു. അതെനിക്കൊരു അടയാളമായിരുന്നു. എൻ്റെ കൂടെയുണ്ട് ദൈവം. ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു കാവലാളായിട്ട് ദൈവം എന്നെ അൾത്താരയിലേക്ക് ഉയർത്താനായിട്ട് ദിവ്യകാരുണ്യം തന്നെയാണ് എൻ്റെ കൂടെ നടന്നിട്ടുള്ളത്. ഈശോയോട് എനിക്ക് ഇന്നും അഭേദ്യമായ ബന്ധമുണ്ട്. ഞാനും വിശ്വസിക്കുന്നു, നിതാന്തമായൊരു സ്നേഹമുണ്ടെങ്കിൽ അതൊരു പ്രണയമാണ്. ആ പ്രണയം ദിവ്യകാരുണ്യമാണ്. ഈശോ ഇന്നും എൻ്റെ കൂടെ അങ്ങനെ ഒരു ചൈതന്യമായിട്ട് എൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആത്മീയ ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ. ദിവ്യകാരുണ്യ
സ്വരൂപനായി. ആത്മീയ ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ, ദിവ്യകാരുണ്യ സ്വരൂപനായി. സീറോ മലബാർ സഭയുടെ വിശുദ്ധ ബലിയുടെ അവസാനം വൈദികൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതിൻ്റെ ആഴങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിൻ്റെ നൈമിഷികതയൊക്കെ നമുക്ക് മനസ്സിലാക്കി തരും. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി, കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി എന്ന് പറഞ്ഞു തുടങ്ങി അവസാനം പറയുന്നു, ഇനിയൊരു ബലി അർപ്പിക്കാൻ ഞാൻ ഈ ആൾത്താരിൽ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ നാളെയുടെ ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ഒരു സമയം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. 2020 ദേവമാത സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ട് ചാർജ് എടുത്ത് അധികം കഴിയുന്നതിന് മുമ്പ് 2021 ജനുവരി 7 പ്രിൻസിപ്പളിൻ്റെ റൂമിൽ വരുമ്പോൾ എനിക്കെന്തോ ചില അസ്വസ്ഥതകൾ തോന്നുന്നുണ്ടായിരുന്നു. എന്നാൽ അത് ഇന്നതാണെന്ന് ചിലപ്പോൾ ഉറക്കത്തിൻ്റെ കുറവായിരുന്നായിരിക്കാം എന്നൊക്കെ ഞാൻ ചിന്തിച്ച സമയം എൻ്റെ ഒരു കുട്ടി എന്നെ ഒരു പ്രാർത്ഥനയുമായിട്ട് എന്നെ വിളിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ആ ഫോൺ അറ്റൻഡ് ചെയ്തു. 2 മിനിറ്റ് പോലും ആ ഫോൺ ദീർഘിപ്പിച്ചില്ല. അവരോട് പറഞ്ഞു, ഞാൻ പിന്നെ നിന്നെ വിളിക്കാം, എല്ലാ ആശംസകളും നേരുന്നു പറഞ്ഞ് അവസാനിപ്പിച്ചു. ആ ഫോൺ അവസാനിക്കുന്നതിന് മുമ്പേ ഞാൻ കാണുന്നത് എൻ്റെ കണ്ണിലേക്ക് ഇരുട്ട് കയറുന്നത് പോലെയായിരുന്നു. എനിക്കൊന്നും കാണാനാവുന്നില്ല. ഞാൻ കുഴഞ്ഞു വീഴാൻ പോകുന്നൊരു ഫീലിങ്ങിൽ വരിക. ഞാൻ പെട്ടെന്ന് ചുമരിനോട് ചേർന്ന് വന്ന് ഞാൻ എൻ്റെ സീറ്റിൽ വന്നിരുന്നു. ഇരിക്കുന്ന സമയമാകുമ്പോഴേക്കും എൻ്റെ ശരീരം മുഴുവൻ ഇട്ടിരിക്കുന്ന ലോവ വെള്ളത്തിൽ കുളിച്ചു കിടക്കുന്ന പോലെ എൻ്റെ ശരീരം മുഴുവൻ വേർക്കായിരുന്നു. എനിക്കൊന്നും കാണാനാവുന്നില്ല. ഞാൻ മരിക്കുകയാണെന്നൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. ഞാൻ പെട്ടെന്ന് മേശപ്പുറത്തിരുന്ന ബെല്ലിലടിച്ചു. സാധാരണ ചെയ്യാത്തതാണ് എന്തോ, ഞാൻ അങ്ങനെ ചെയ്തു പോയി. ഉടനെ ഓഫീസ് സ്റ്റാഫ് പറയുന്നത് അവർ മുറിയിലേക്ക് കയറി വരുമ്പോൾ ഞാൻ ടേബിളിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ വന്ന് എന്നെ കസേരയോട് ചേർത്തിരുത്തി. പെട്ടെന്ന് അവിടുത്തെ വൈസ് പ്രിൻസിപ്പൽ സിൻഡോച്ചനൊക്കെ ഒരുമിച്ച് കാറ് കൊണ്ടുവന്ന് എന്നെ പെട്ടെന്ന് അമല മെഡിക്കൽ കോളേജിൽ ഞാൻ എത്തുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതി, എൻ്റെ ഡോക്ടർ രൂപേഷ് ഡോക്ടർ കാഷ്വാലിറ്റിയിൽ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഉടനെ കാഷ്വാലിറ്റിയിലേക്ക് കയറുന്നു. കോവിഡിൻ്റെ സമയമാണ്. ഒരു ആൻജിയോഗ്രാമോ ഒന്നും ചെയ്യാൻ പെട്ടെന്ന് പറ്റില്ല. കോവിഡ് ടെസ്റ്റ് നടക്കുന്നു. 12 മണിവരെ ഞാൻ ഈ കാഷ്വാലിറ്റിയിൽ ആരുമില്ലാത്ത പോലെ ഇങ്ങനെ സൈഡിൽ കിടക്കുകയാണ്. ഡോക്ടർ ഇടയ്ക്ക് വന്ന് പറയും, ഒന്നുമില്ലാട്ട പേടിക്കാൻ, ഞാനുണ്ട് കൂടെ, ഇവിടെ ഞാനുണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നുന്ന ജീവന്റെ ദാതാവ് എന്ന് പറയുന്നവൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ച വലിയ നിമിഷമാണ് ആ സമയം. അങ്ങനെ ഏകദേശം 12 മണി വരെ കാത്തു നിന്നു. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, ഒരു അറ്റാക്ക് കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞ് 12 മണിയാകുമ്പോൾ നെഗറ്റീവാണെന്ന റിസൾട്ട് വരുന്നു. കാത്ത് ലാബിലേക്ക് മാറുന്നു. ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും കഴിയുമ്പോൾ അതിന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ ഒരാൾ സൈൻ ചെയ്ത് കൊടുക്കണം. എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെയാണ് എൻ്റെ ഓപ്പറേഷൻ്റെ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചോദിച്ച നേഴ്സിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതം ദൈവം തന്നൊരു ദാനം, അത് ആശുപത്രിയിലേക്ക് അല്ലെങ്കിൽ സർജറിക്ക് പോകണോ വേണമെന്ന് തീരുമാനിക്കുമ്പോൾ അതിൽ ഒപ്പിടേണ്ടത് ഞാൻ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത്ര ധൈര്യത്തോട് ഒപ്പിട്ടത്. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂടെ അന്ന് രാത്രി മുഴുവൻ ഉണ്ടായിരുന്നത് ഈ ദിവ്യകാരുണ്യമായിരുന്നു. ഞാൻ അൾത്താരയിൽ ചേർത്ത് പിടിക്കുന്ന തിരുവോസ്തിയും ഞാൻ അൾത്താരയിൽ പിടിച്ചുയർത്തുന്ന ഈ ഖാസയും എൻ്റെ കൂടെ, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരിക്കലും വേർപിരിഞ്ഞു പോകാത്ത ദിവ്യകാരുണ്യം എന്ന് പറയുന്ന ഒരു സ്നേഹമുണ്ട്, ഒരു കരുണയുണ്ട്, ഒരു ആർദ്രതയുണ്ട്. 3 ദിവസം ഞാൻ ആശുപത്രിയിൽ കിടക്കുമ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ സ്നേഹം ദിവ്യകാരുണ്യമായിരുന്നു. ഞാനിപ്പോൾ അൾത്താരയിൽ കുർബാനയ്ക്ക് അവസാനത്തെ ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ നാളെ ഞാൻ വരുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അർപ്പിച്ച ആ കുർബാന എൻ്റെ അവസാനത്തെ കുർബാനയാണ്. ഞാൻ ഒരു ദിവസം അൾത്താരയിൽ ചെന്ന് ഞാൻ തുടങ്ങുമ്പോൾ പറഞ്ഞു, ഇതെൻ്റെ ആദ്യത്തെ കുർബാനയാണ്, ഇതെൻ്റെ ഒരേ ബലിയാണ്. അങ്ങനത്തെ വിശ്വാസത്തോടായിട്ടാണ് ഞാൻ ബലിയർപ്പിച്ചുകൊണ്ടിരുന്നത്.
അപ്പോൾ ഈ അറ്റാക്ക് വന്ന് 2 ബ്ലോക്കായിരുന്നു എനിക്ക്, ഒരേ സ്ഥലത്ത് തന്നെ 2 ബ്ലോക്കുകൾ. ഒന്നുമില്ലാതെ പെട്ടെന്ന് ഒരു 40 മിനിറ്റിൻ്റെ സർജറി കൊണ്ട് എല്ലാം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി 3-ാം ദിവസം ഞാൻ വീണ്ടും സ്കൂളിൻ്റെ ഓഫീസിലേക്ക് ജോലിക്കായിട്ട് ചെല്ലുകയാണ്. എന്നെ കരം പിടിച്ച് നടത്തിയ ഒരു വലിയ സ്നേഹമുണ്ട്. ആ സ്നേഹത്തെ ഞാൻ മനസ്സിലാക്കുന്നു, അത് ദിവ്യകാരുണ്യമാണ്, അത് ഈശോയാണ് എന്ന് പറയുന്നത് പോലെ പത്രോസിനോട് യോഹന്നാൻ പറഞ്ഞു, അത് കർത്താവാണ്. മനസ്സിലാകാതെങ്കിൽ ചില സമയങ്ങളുണ്ടാവും ജീവിതത്തിൻ്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കി തരാൻ. അപ്പോൾ ആരെങ്കിലും നമ്മെ ഓർപ്പിക്കും, അത് കർത്താവാണ്. ഞാൻ അങ്ങനെ വെള്ളത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, അതുപോലെ അസുഖങ്ങളിൽ നിന്ന്, ഒരു ഹാർട്ട് അറ്റാക്കിൽ നിന്ന് ഒക്കെ ഞാൻ രക്ഷപ്പെട്ട് കടന്നു വരുമ്പോൾ എനിക്ക് നിങ്ങളോടെല്ലാവരോടും പറയാനുള്ളത് തന്നെയാണ്, ഏറ്റവും വലിയ സ്നേഹവും ഏറ്റവും വലിയ കരുണയും ദിവ്യകാരുണ്യം തന്നെയാണ്. ഈ ദിവ്യകാരുണ്യത്തിൽ ആശ്രയിച്ചവരാരും നിരാശരായി പോയിട്ടില്ല. എൻ്റെ ആ അനുഭവമാണ്. ചിലപ്പോഴൊക്കെ ഞാൻ ഈ സെമിനാരി ജീവിതത്തിലൂടെ കടന്നു പോകണമോ വേണ്ടയോ എന്ന സംശയങ്ങളുടെ ഇടയ്ക്ക് എനിക്ക് ഉത്തരം തന്നത് ഒരു അപകടമാണ്. ആ അപകടത്തിലെ മാതാവിൻ്റെയും ദിവ്യകാരുണ്യത്തിൻ്റെയും അനുഭവമാണ്, ചൈതന്യമാണ്. അസുഖങ്ങളുടെ മധ്യത്തിൽ നിന്നപ്പോഴും എന്നെ കരം പിടിച്ചുയർത്താൻ കഴിയുന്നവൻ ദൈവം തന്നെയാണ് എന്ന് എന്നോട് 67 ദിവസം ആശുപത്രി കിടക്കയിൽ എന്നോട് ദിവ്യകാരുണ്യമായി വന്ന് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നവനും ഇതേ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ അറ്റാക്ക് ഉണ്ടാകുമ്പോഴും 13 മിനിറ്റ് കൊണ്ട് ഞാൻ ആശുപത്രിയിൽ എത്തിയെങ്കിൽ എനിക്ക് വഴിയൊരുക്കി മുമ്പേ കടന്നുപോയ ഒരു സ്നേഹമുണ്ട്, ദൈവസ്നേഹം. ഞാൻ മനസ്സിലാക്കി. ആ സ്നേഹമാണ് ഞാൻ ഇപ്പോൾ 40 വർഷം ജീവിതത്തിൻ്റെ ബോണസ് അനുഭവിക്കുന്ന ആളാണ് ഞാൻ. ആ ബോണസ് ദിവ്യകാരുണ്യത്തിൻ്റെ ബോണസാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പൗരോഹിത്യ ശുശ്രൂഷയിൽ നിറഞ്ഞ സന്തോഷത്തോടെ ജോലി ചെയ്യാൻ താല്പര്യമാണ്. ഞാൻ ദേവമാത സ്കൂളിൽ നിന്ന് 3 വർഷം കഴിയുമ്പോൾ എൻ്റെ ഇഷ്ടം ഒരടയാളം എനിക്ക് കിട്ടി. ഞാൻ അവിടെ നിന്ന് മാറാൻ ഞാൻ തീരുമാനിക്കുന്നത്, എനിക്ക് കുറച്ച് നാൾ ഈശോയോട് കൂടെ വചനം പ്രഘോഷിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ധ്യാനങ്ങൾ പ്രസംഗിച്ചുമൊക്കെ പോകണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാനതിനെ അങ്ങോട്ട് ചെന്ന് പറയുമായിരുന്നു, ഐ വോണ്ട് എ ബ്രേക്ക്. ആ ബ്രേക്കിന് എനിക്ക് അടയാളം തന്നു, ഔസേപിതാവിനോട് എനിക്ക് അടയാളം തന്നു. ഞാൻ ആ ജോലി വേണ്ടാന്ന് വെച്ച് ഞാൻ ഇന്ന് ഈശോയെ ഒരുപക്ഷെ മാർത്തോമാ ശ്ലീഹായുടെ വലതുകരത്തിന് തിരിശേഷിപ്പുള്ള ഈ മാർത്തോമ പള്ളിയുടെ റെക്ടറായിട്ട് ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ ഈ 2 വർഷത്തിനുള്ളിൽ 14-15 വാർഷിക ധ്യാനങ്ങൾ നടത്താൻ പോയി. കുട്ടികളോടൊപ്പം, എൻ്റെ കൂടെ കുട്ടികളില്ല സ്കൂളിൽ, പക്ഷേ എങ്കിലും ഞാൻ കുട്ടികൾക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾക്ക് പോയി. ടീച്ചർമാരോടൊപ്പം ഞാൻ ഒരുപാട് ക്ലാസ്സുകൾക്ക് പോയി. അപ്പോൾ എനിക്ക് പറയാനുണ്ടായ ദൈവസ്നേഹത്തെക്കുറിച്ചും ഒക്കെ പറയാൻ എനിക്ക് ദൈവം ഒരുപാട് അവസരം ഒരുക്കി. അതിൻ്റെ ഓർമ്മയാണ് ഞാൻ ഏറ്റവും അവസാനം എഴുതിയ ഒരു ഗാനമുണ്ട്. അതിൽ നമ്മൾ വഴിമാറിപ്പോകുമ്പോൾ വഴിക്കണ്ണുമായിട്ട് കാത്തിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം, നമ്മളെ വേർപിരിഞ്ഞു പോകാനാവാത്ത ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹം, ആ തുടങ്ങുന്ന പാട്ട് അതാണ്. അതിൽ ആകാശം പോലെ വിശാലമാകുന്ന ദൈവത്തിൻ്റെ സ്നേഹവും ആഴിയുടെ ആഴം പോലെ അത്രയോ കാരുണ്യവും ദൈവം നമ്മോട് കാണിച്ചിട്ടുണ്ട്. ആ കാരുണ്യത്തിൻ്റെ അടയാളമാണ് നമ്മുടെ ജീവിതമൊക്കെ. ആ പൗരോഹിത്യ ജീവിതം 25 വർഷം അൾത്താരയിൽ ഞാൻ ആഘോഷിക്കുകയാണ്, തൃപ്തിയോട് കൂടിയിട്ട്, സന്തോഷത്തോട് കൂടിയിട്ട്. ദിവ്യകാരുണ്യത്തിനപ്പുറത്തേക്ക് ഒരു സ്നേഹമില്ല, ഒരു കാരുണ്യമില്ല. ദൈവത്തിൻ്റെ അനന്തമായ കൃപയാണ്. നമ്മുടെ കൂടെ നടക്കുന്നതും കുർബാനയാണെന്ന് വിശ്വസിക്കാനുള്ള ഉൾക്കാഴ്ച നമുക്കുണ്ടാവട്ടെ. ദൈവം തരുന്നൊരു കൃപയാണ്, ആത്മാവിൻ്റെ അഭിഷേകമാണ്. ദിവ്യകാരുണ്യത്തെ തിരിച്ചറിയാൻ, ജീവിതത്തെ വഴി നടത്താൻ ദൈവം കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം നേരുന്നു. എനിക്ക് വേണ്ടിയും പുരോഹിതൻ്റെ കരങ്ങൾക്ക് ശക്തി തരുന്നത് ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കണം. പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് ദിവ്യകാരുണ്യത്തെ കാണാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. കൂടെ നടക്കുന്നതും കൂടെ നടന്നതും വഴികാട്ടിയതും ദിവ്യകാരുണ്യമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും ദൈവത്തിൻ്റെ ഒരുപാട് കൃപയും അനുഗ്രഹവും നേരുന്നു. സ്തുതിയായിരിക്കട്ടെ.